വൻ ഹൈപ്പുള്ള ഉണ്ണിമുകുന്ദൻ മൂവിയായ മാർക്കോക്ക് ഇന്ത്യക്ക് പുറത്ത് എങ്ങനെ റിലീസ്, അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് അനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഇന്ത്യക്ക് പുറത്ത് GCC കൺട്രീസിൽ ഒരു മികച്ച റിലീസ് തന്നെയാണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. UAE, അതുപോലെ സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെല്ലാം തരക്കേടില്ലാത്ത റിലീസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ GCC കൺട്രീസിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനും കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് UAEയിലും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലുമാണ്. അവസാനത്തെ 24 ഹവേഴ്സിലെ ബുക്കിംഗ് എല്ലാം ചിത്രം എങ്ങനെ പോയി എന്ന് ബുക്ക് മൈ ഷോപ്പ് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ 25,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോപ്പിലൂടെ മാത്രം ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് കണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ബുക്ക് മൈ ഷോപ്പ് പരിശോധിച്ചപ്പോൾ 2,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. അതൊരു വലിയ സൂചന അല്ലെങ്കിൽ വലിയൊരു സിഗ്നൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ കണക്കുകളെല്ലാം കൂട്ടുന്ന അവസാനത്തെ ദിവസം. ഇന്ന് രാവിലെ ഒരു 9 മണി മുതൽ തന്നെ ബുക്ക് മൈ ഷോ ആപ്പിൽ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പന എന്തായാലും ട്രെൻഡിങ്ങിൽ കയറും. ഇന്ന് രാവിലെ വരെയുള്ള ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ പ്രകാരം 90,000-ന്റെ അടുത്ത ടിക്കറ്റ്സുകളാണ് ടോട്ടലി സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. 1,40,00,000-ലേക്ക് ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നു. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 2 കോടിക്ക് മുകളിലും എത്തിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ ട്രാക്കേഴ്സിന്റെ കളക്ഷൻ ഫിഗറോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കേരള ട്രാക്കേഴ്സ് കളക്ഷൻ ഫിഗർ ആണ് ഇപ്പോൾ ഓരോ 5-6 മണിക്കൂറിൻ്റെ ഇടയിലും വന്നുകൊണ്ടിരിക്കുന്നത്. ആഷിഖ് കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തുന്നുണ്ട്. ക്രിസ്മസ് സിനിമകളിൽ ആദ്യ റിലീസാണ് ആ ഒരു ചിത്രം. അതും ഒരു പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. ആ ഒരു ചിത്രത്തിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പ്രതീക്ഷയും ആ ഒരു ചിത്രത്തിൻ്റെ മേലിലുണ്ട്. നാളെ മാർക്കോ എന്ന ചിത്രത്തിൻ്റെ കൂടെ മറ്റൊരു ചിത്രം കൂടെ തിയേറ്ററിൽ എത്തുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് നായകനായിട്ട് എത്തുന്ന ED എന്ന് പറയുന്ന ചിത്രം. ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്ന ഈ 3 സിനിമകളുടെ മേലിലും പ്രതീക്ഷയുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ മാർക്കോ എന്ന ചിത്രത്തിൽ തന്നെയാണ്. എന്നാലും മറ്റുള്ള സിനിമകളെ തള്ളിക്കളയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ ക്ലാസ് റിലീസായിട്ട് അവരുടെ സിനിമ തിയേറ്ററിൽ എത്തിക്കില്ലല്ലോ. കാത്തിരിക്കാം, കണ്ടറിയാം. നമുക്ക് ഓക്കെ, ബൈ.